അഭിമന്യനായ പ്രിയപ്പെട്ട ഉസ്താദ് അവർകൾ, സജീവൻ സാറ്, ഡോക്ടർ സുഹൈൽ ഉദവി അടക്കമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, ഇവിടെ ഉസ്താദിൻ്റെ ഖുർആന്റെ മലയാള പരിഭാഷാകൃതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സഞ്ചാരപഥങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ പശ്ചാത്തലങ്ങളും അങ്ങനെ ഒരു ചിന്തയിലേക്ക് വെളിച്ചം വീശിയ ഘടകങ്ങളും ഒക്കെ തന്നെ ഉസ്താദിൻ്റെ സംസാര മധ്യേ അടിവരയിട്ട് കടന്നു വരികയുണ്ടായി. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രചോദനമായി മാറിയത്. ജീവിതത്തിൻ്റെ ഓരോ യാത്രകളും നമ്മളെ ക്രമപ്പെടുത്താനും മറ്റുള്ളവരെ അതിലൂടെ ക്രമപ്പെടുത്താനുമുള്ളതാണ് എന്നൊരു ബോധ്യം ഈ സദസ്സ് നമുക്ക് അറിയാതെ പകർന്ന് നൽകുന്നുണ്ട്. ഉസ്താദിൻ്റെ ഈ ഒരു ഖുർആൻ പരിഭാഷ എന്നല്ല, ഉസ്താദിൻ്റെ സംസാരങ്ങളാകട്ടെ, എഴുത്താകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പദപ്രയോഗങ്ങളാകട്ടെ, അതൊക്കെ നിരന്തര വായനകൾ, യാത്രകൾ, അനുഭവങ്ങൾ, പിന്നെ കിട്ടുന്ന വേദികൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് യാത്രയും വായനയും അതോടുകൂടെ അതിൽ രണ്ടിൽ നിന്നും കിട്ടിയ സാധ്യതകളും വസ്തുതകളും കൺവേ ചെയ്യാനുള്ള ഒരു വേദിയും ലഭ്യമായി കഴിഞ്ഞാൽ അത് രാജ്യമിനിക്കപ്പെടുന്ന ഒരു പ്രതിഭയായി മാറും എന്നുള്ളതിൻ്റെ ലക്ഷണമൊത്ത ഉദാഹരണം കൂടിയാണ് ബഹുമാന്യനായ ഉസ്താദ് അവർകൾ. പലപ്പോഴും പരിഭാഷ എന്നുള്ളത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രമകരമായ ദൗത്യവും ഒരു ബാലികേറ മലയൊക്കെയാണ്. കാരണം ഇതിൻ്റെ ആശയം ചോർന്നു പോകാതെ മറ്റുള്ളവരിലേക്ക് അത് പകർത്തി കൊടുക്കുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യമാണല്ലോ ഒരു പരിഭാഷകന്റെ മുമ്പിൽ കിടക്കുന്ന ദൗത്യം. അപ്പം ആ ദൗത്യം നമ്മൾ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട കരീം ഹുദവി KT, വളാഞ്ചേരിക്കാരനായ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ദാർഹുദയിൽ. അദ്ദേഹം MTയുടെ മഞ്ഞ് എന്ന് പറയുന്ന നോവൽ ഭാഷാന്തരം ചെയ്യുമ്പോൾ സെൽജ് ഉണ്ട്, അല്ലെങ്കിൽ മഞ്ഞിനും മറ്റു ഒരുപാട് വാക്കുകളുണ്ട്. അസദീം എന്നാണ് അദ്ദേഹം അതിൽ അകത്ത് പ്രയോഗിച്ചത്. ഇപ്പൊ MTയുടെ തന്നെ അതിനകത്തുള്ളൊരു പ്രയോഗമുണ്ട്, മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. അത് അറബി ഭാഷയിലേക്ക് അദ്ദേഹം ഭാഷാന്തരം ചെയ്തത് അൽ മൗതു മജ്നൂനുൻ ലാ യംലികു തമയ്യുസ് എന്നാണ്. വേറെയും പദങ്ങളും ഉണ്ടാകാം, പ്രയോഗങ്ങൾ ഉണ്ടാകാം. പക്ഷെ കരീം ഹുദവിയുടെ സദീം എന്ന മഞ്ഞ് എന്ന് പറയുന്ന നോവലിന്റെ അകത്ത് ഭാഷാന്തരം ചെയ്യപ്പെട്ടത് അങ്ങനെയുള്ളൊരു പ്രയോഗമാണ്. അപ്പൊ തികഞ്ഞ വായന മാത്രമല്ല, അതിൽ നിന്നുണ്ടാക്കിയെടുത്തൊരു അനുഭവ സമ്പത്ത്, പിന്നെ അത് പരിഭാഷകന്റെ സ്വാതന്ത്ര്യം തന്നെയാണ്. പഴയകാലത്ത് ഈ തിരുവിതാംകൂർ രാജവംശമൊക്കെ ഉള്ള സമയത്ത് കേരളത്തിൽ ഒരുപാട് കവി തിലകന്മാരുടെ കവി അരങ്ങുകൾ ഉണ്ടായിരുന്നു. അരക്കവികള്, മുഴുക്കവികളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സംസ്കൃതം മലയാളം കൂടി പഠിച്ച ആളുകളാണെങ്കിൽ അവർ മുഴുകവിയാണ്. മലയാളം മാത്രം വശമുള്ള അന്നത്തെ രാജസദസ്സിലുള്ള കവികളൊക്കെ അരക്കവികളായിരുന്നു. അങ്ങനെയാണ് പിന്നെ മാനവ വിക്രമൻ രാജാവ് കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ സദസ്സില് ഉദ്ദണ്ഡ ശാസ്ത്രികള്, അദ്ദേഹം ഒരു മുഴുകവിയാണ്. സംസ്കൃതമൊക്കെ നല്ല വശമുള്ള ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള വലിയൊരു കവിയാണ്. അപ്പൊ അന്ന് രാജാവിന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് ചില വാക്കുകളൊക്കെ അസ്ഥാനത്ത് പ്രയോഗിക്കുന്നത് കവികളുടെ ചില ശീലങ്ങളായിരുന്നു. ഹന്ത അല്ലെങ്കിൽ ബത എന്നൊക്കെയുള്ള സംസ്കൃതത്തിലെ ചില വേർഡ്സ്, അങ്ങനെ ചില വാക്കുകളെ പ്രയോഗിച്ച് അർത്ഥമില്ലാത്ത, അർത്ഥശൂന്യമായ കുറെ ഘടനാപരമായ വാക്കുകളുടെ ഒരു ശ്രേണി, ഒരു ആവലി അവരിങ്ങനെ സംഘടിപ്പിക്കും. അങ്ങനെ രാജസദസ്സിൽ നിന്ന് പലതും അവര് സമ്മാനമായിട്ട് നേടും. അങ്ങനെയാണ് ഈ പൂനം നമ്പൂതിരിപ്പാട് അരക്കവിയാണ്. മാനവിക്രമൻ രാജാവിന്റെ സദസ്സിൽ വെച്ച് അദ്ദേഹം ഒരു കവിത പാടാണ്. താരിൽ തന്നി കടാക്ഷാഞ്ചല മധുബകുല രാമ രാമാജനാനാം നീരിൽ താർബാണ വൈരാഗര നികര തമോ മണ്ഡലി ചണ്ഡഭാനു നേരത്തേതൊരു തൊടുകുറി നീയായി കളയായി ഗന്തു മേശ കുളിക്കും നേരത്തിനിപ്പുറം വിക്രമധരാ ഹന്ത കൽപ്പാന്ത തോയേ. അവിടെ ഹന്ത എന്ന വാക്ക് ഏറ്റവും സ്പോട്ടിൽ, ഏറ്റവും അനിവാര്യമായ ഒരു സന്ദർഭത്തിലുള്ള ഒരു പ്രയോഗമായിരുന്നു. അങ്ങനെയാണ് ഉദ്ദണ്ഡ ശാസ്ത്രികള് ഈ പൂനം നമ്പൂതിരിപ്പാടിന്റെ, അരക്കവിയായ പൂനം നമ്പൂതിരിപ്പാടിന്റെ ഈ ഒരു ഇവിടെയുള്ള ഹന്ത എന്ന വാക്ക് അത് പ്രയോഗിക്കേണ്ട ഇടത്ത് തന്നെയാണ് പ്രയോഗിച്ചത്. അങ്ങനെയാണ് അന്തഹന്ത കിന്തപ്പെട്ട് എന്നൊരു പ്രയോഗം ഉണ്ടായത്. അങ്ങ് ഇപ്പൊ പ്രയോഗിച്ച ആ ഹന്ത എന്ന വാക്കിന് എന്റെ ഭാഗത്ത് നിന്ന് പട്ടും വളയുമാണ് അതിനുള്ള പാരിതോഷികം. അതാണ് അന്തഹന്ത കിന്തപ്പെട്ട് അങ്ങ് പ്രയോഗിച്ച ഹന്തക്ക്. അപ്പോ ഭാഷയെ നമ്മൾ പറയാറുണ്ടല്ലോ, ലിക്കുല്ലി മക്കാലിൻ മക്കാം വലിക്കുല്ലി മക്കാമിൻ മക്കാൽ.
ഭാഷ വലിയൊരു സങ്കേതമാണ്. എന്നാൽ ഞാൻ നേരത്തെ ഉസ്താദിന്റെ യാത്രാ കാര്യങ്ങളെ ഇവിടെ ആനുഷംഗികമായി സൂചിപ്പിക്കുവാനുണ്ടായ ഒരു ചേതോവികാരം മറ്റൊന്നല്ല. ഇപ്പൊ ബേപ്പൂർ സുൽത്താനെ പറ്റി പറയാറുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി. ഇപ്പൊ ഉമ്മാന്റെ മാതൃദിനം ഉണ്ടായ സമയത്ത് നമ്മളെ ഹുദവി ബ്രദേഴ്സിൽ തന്നെ ആരോ എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. 9 വർഷം ഉത്തരേന്ത്യയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പേനയുന്നുന്നതിന്റെ മുമ്പ് ബഷീർ സ്വയം നടന്ന് സഞ്ചാരിയായി അല്ലെങ്കിൽ ഒരു പാന്തനായി പതികനായി ഇന്ത്യ കറങ്ങാൻ തീരുമാനിച്ചു. ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളെ കവർ ചെയ്താൽ തന്നെ യൂറോപ്യൻസ് ഒക്കെ പറയാറുണ്ടല്ലോ, അത് നരവംശങ്ങളുടെ മ്യൂസിയമാണ്. ഒരുപാട് അനുഭവ സമ്പത്ത് കൊണ്ട് നാം സമ്പന്നനാവും, ചിന്ത കൊണ്ടും. അത് ഭാഷയ്ക്കും ആശയത്തിനും ഒഴുക്ക് കൊടുത്തു എന്ന് ബഷീർ പിന്നെ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഞാൻ നടത്തിയ എൻ്റെ നവവർഷകാലത്തെ സഞ്ചാരം. ഇപ്പൊ ബഷീർ ഒരു രാത്രി നാടുവിട്ട് പോയ ആള് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് രാത്രി വീടണയുമ്പോൾ സന്ധ്യാനേരത്ത് മോന്തിക്ക് വീട്ടിൽ വരുമ്പോൾ ഉമ്മ ബഷീറിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ഉമ്മാന്റെ കരങ്ങളെ കൊണ്ട് സ്നേഹനിർഭരമായി ഇങ്ങനെ ആവരണം ചെയ്തിട്ട് പിന്നെ ഉമ്മ പറയുന്നുണ്ട്, എൻ്റെ മോന് ബഷീറിന് വേണ്ടി അടുക്കളയിൽ പുള്ളി ബസിയിൽ ഞാൻ വിളമ്പി വെച്ച ഒരു പ്ലേറ്റ് ചോറുണ്ട് എന്ന് പറയും. ബസി അല്ലേ? ആ പഴയ മലബാറിൽ ഇപ്പോ അടുത്ത് മനോരമ ഹോർത്തൂസ് പരിപാടി നടത്തിയപ്പോൾ നമ്മൾ അരീകോട് വെച്ച് മനോരമ അതിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു സെമിനാറിന്റെ പേര് ബസി എന്നായിരുന്നു. നമ്മളെ ജൻസിയില് കുറെ കുട്ടികൾ ചോദിച്ചു എന്താണ് ഈ ബസി. ചില വാക്കുകളൊക്കെ അങ്ങനെയാണ് അല്ലെ. അവിടെയാണ് ഈ ഖുർആൻ ഒരു ക്ലീശേ ശൈലിയും ഇല്ലാതെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ ഈ മനോരമയുടെ തന്നെ എഡിറ്റോറിയലിന്റെ താഴെയൊക്കെ പഴയ അടുത്ത കാലങ്ങളിൽ വരെ നമ്മൾ കണ്ടിരുന്നു 100 കൊല്ലങ്ങൾക്ക് മുൻപുള്ള മലയാള ഭാഷ അല്ലെ. അവിടെയാണ് ഈ ഖുർആൻ. നോക്കൂ നിങ്ങൾ, 1400 സംവത്സരങ്ങൾക്കിപ്പുറവും ഊതിക്കാച്ചി മിനുക്കിയെടുത്ത് അത് വളരെ സ്ഫുടഭാഗം ചെയ്യപ്പെട്ട അതിൻ്റെ ആ ഒരു വൈഭവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ അറബി ഭാഷയുടെ അപ്പം ഇവിടെ പരിഭാഷ ഓരോ ഘട്ടങ്ങളിലും അനിവാര്യമാണ് എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അപ്പൊ അദ്ദേഹം 9 വർഷം സഞ്ചരിച്ചു എന്നാണ്. 9 വർഷം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പിന്നെ ഓരോന്ന് എഴുതുമ്പോഴും ആ സഞ്ചാരത്തിലുണ്ടായ അനുഭവങ്ങൾ അറിയാതെ എവിടെയൊക്കെയോ വരി നിന്നിരുന്നു, വിരുന്ന് വന്നിരുന്നു. അപ്പൊ പലപ്പോഴും ഈ ഉസ്താദിന്റെ ഖുർആൻ ഈ മലയാള പരിഭാഷയുടെ ചില പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് മറ്റുള്ള ഭാഷാന്തരങ്ങളിൽ നിന്ന് വലിയ വ്യതിരിക്തതയും വിഭിന്നതയും സൃഷ്ടിക്കുന്നതായിട്ട് കണ്ടെത്താൻ സാധ്യമാകുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ളിടത്ത് ഉസ്താദ് പ്രയോഗിച്ച ഭാഷാന്തര ശൈലി ആനക്കലഹക്കാർ എന്നാണ്. ആനക്കാർ എന്നല്ല. നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ഈ ആനക്കാർ എന്ന് പറയുമ്പോൾ ആനക്കച്ചവടക്കാരാകാം, അല്ലെങ്കിൽ ആനയുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളാകാം അല്ലേ, അല്ലെങ്കിൽ പട്ടാഭിഷേകം നടത്തുന്ന ആളുകളാകാം, അല്ലെങ്കിൽ കരിപ്രമുഖന്മാരാകാം, ഒക്കെ ആവാം. പക്ഷെ ഈ ആനക്കലഹക്കാർ എന്നവിടെ പ്രയോഗിക്കുമ്പോൾ അവിടെ കലഹം എന്നുള്ളതിന് അസ്ഹാബുൽ ഫീൽ എന്ന ആ ഒരു വാക്കിൽ ഏതാണ് പദം എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ആ പരിഭാഷാ ശൈലി നമ്മളെ ത്വര്യപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ അത് വായിച്ചു പോകുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അയത്നലളിതമായി അതിൻ്റെ ആശയങ്ങളെ ധ്വനിപ്പിക്കുകയോ ദ്യോതിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ഭാഷാന്തര ശൈലി അതിനകത്ത് കണ്ടെത്താൻ സാധ്യമായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന് കൃതിയിൽ കാണാൻ സാധ്യമാകുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ എന്നുള്ളതിന് പകരം നാമധേയത്തിൽ എന്നാണ്. പടച്ചോന്റെ നാമധേയത്തിൽ എന്നാണ്. അതും ഒരു വ്യത്യസ്തമായ പ്രയോഗമായിട്ട് തോന്നി. മഅ്കൂൽ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ. മഅ്കൂൽ എന്ന് പറയുമ്പോൾ നമ്മൾ തിന്നപ്പെട്ട എന്നൊക്കെയാണ് പ്രയോഗിക്കാറുള്ളത്. പക്ഷെ അവിടെ ഉസ്താദ് പ്രയോഗിച്ചത് ചവച്ചു തുപ്പിയ എന്നാണ്. എന്ന് പറഞ്ഞാല് അത് ആ ഭാഷയിൽ നിന്നോ വേർഡിൽ നിന്നോ കിട്ടുന്നതല്ല. വേർഡ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ ഖുർആന്റെ തന്നെ പല വേർഡ് സെലക്ഷൻസും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ടല്ലോ. ലയുംബദന്ന ഫിൽ ഹുതമ, അവിടെ നബദ എന്നാണ്. റമ എന്നോ ഖദഫ എന്നോ പറയുകയാണെങ്കിൽ ആ ഹുതമയിലേക്കുള്ള ഏറാകില്ല എന്നുള്ളതാണ് ആ വേർഡ് സെലക്ഷന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അവിടെ വാലിദ് എന്ന് തന്നെ പറയാൻ, ഉമ്മ് അബ് എന്നൊക്കെ പറയുന്നത് മാതാവാണ്, പിതാവാണ്. പക്ഷേ വാലിദ് എന്ന് പറയുന്നിടത്ത് നിന്നെ ജനിപ്പിച്ച, നിന്നെ വളർത്തിയ, നിന്നെ പരിരക്ഷിച്ച, നിന്നെ പരിപാലിച്ച,
നിനക്ക് വേണ്ട സംരക്ഷണങ്ങളുടെ കവചം ഒരുക്കിയ നിന്റെ ജനകൻ അല്ലെങ്കിൽ നിന്റെ രക്ഷിതാവ് എന്നൊരർത്ഥം വരുന്നുണ്ട്. അതേസമയത്ത് അബ് എന്നുള്ളത് അമ്മത്തൊട്ടിലിൽ കൊണ്ടുപോയി ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചാലും അബാണ്, ഉമ്മാണ്, വവാലിദ്. അപ്പൊ ഖുർആനിന്റെ ചില വേർഡ് സെലക്ഷൻ നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട്. വലാ തഖുല്ലഹുമാ ഉഫിൻ, ഇതേ ഖുർആനിക വചനത്തില വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അപ്പൊ അവിടെ ഉഫ് ഭാഷാപരമായിട്ട് നമ്മുടെ നഖത്തിന്റെ ഒക്കെ ഉള്ളിൽ ഉള്ള അമ്ലങ്ങൾക്കോ ചില മാലിന്യങ്ങൾക്കോ നമ്മൾ തീരെ മൈൻഡ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഭാഷാപരമായിട്ട് പറയുന്നതിനെ ഖുർആൻ ഇങ്ങനെ നിങ്ങൾ നിസ്സാരമായി കാണുന്ന ഒരു പദപ്രയോഗം, ഭാഷാപ്രയോഗം പോലും നിങ്ങളുടെ ശരീരഭാഷയിൽ പോലും മാതാപിതാക്കളോട് അരുത് എന്നുള്ളതിന്റെ എന്ന് പറഞ്ഞാല് നമ്മൾ നോർമലൈസ് ചെയ്യുന്ന കാര്യങ്ങളായാൽ പോലും അത് മാതാപിതാക്കളുടെ അടുത്ത് ഗുരുതരമാണ് എന്ന ഒരാശയം അത് ധ്വനിപ്പിക്കുന്നു എന്നർത്ഥം. അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ. ഈ സുദാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോ ഈ ഗോകുലത്തിലൊക്കെ ഒരു പ്രത്യേക ഉപയോഗമൊക്കെ കഴിഞ്ഞ മൃഗങ്ങളെ പിന്നെ അങ്ങനെ മരിക്കാൻ വിടാറുണ്ട്. അവയുടെ സമയമാകുമ്പോൾ അറബികൾക്കിടയിൽ ഒട്ടകങ്ങളെ, അവരുടെ വീട്ടിലെ തന്നെ ചില മൃഗങ്ങളെ, കഴുതകളെ, കോവർ കഴുതകളെയൊക്കെ അതിന്റെ ഒരു പ്രായാധിക്യത്തിന്റെ തീവ്രത എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ വിടും. അത് എവിടെയെങ്കിലുമൊക്കെ മേഞ്ഞ് തിന്ന് നടന്ന് സമയമാകുമ്പോൾ മരിക്കട്ടെ എന്ന അർത്ഥത്തിൽ. അതാണ് സുധ. നിങ്ങളെ ഞാൻ ഈ ദുനിയാവിലേക്ക് ഇങ്ങനെ ഒരു സുധയായി ഇങ്ങനെ മേയാൻ വിട്ട് എവിടെയെങ്കിലും പോയിട്ട് സമയമാകുമ്പോൾ മരിച്ചു വീഴാൻ എന്ന മാത്രയിൽ പറഞ്ഞു വിട്ടതാണോ എന്ന ചോദ്യത്തിൽ തന്നെ ആ ഖുർആന്റെ വേർഡ് സെലക്ഷൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉസ്താദിന്റെ പരിഭാഷയിലും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധ്യമാവുകയുണ്ടായി. ഖുൽ ഹുവല്ലാഹു അഹദ്. എല്ലാ പരിഭാഷകളിലും നമ്മൾ കാണാറുള്ളത് നബിയെ അങ്ങ് പറയുക. പക്ഷെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതൊരു പ്രഖ്യാപനമാണ് അല്ലെ? എന്ന് പറഞ്ഞാൽ അത് പറയേണ്ടത് എന്താണ്, ഈ കാര്യം പറയേണ്ടത് എന്താണ്, അങ്ങ് വിളിച്ചു പറയേണ്ടത്. അപ്പൊ അതൊരു പ്രഖ്യാപനമാണ്. അതിന് പ്രഖ്യാപിക്കുക എന്ന ആ ഒരു പദത്തിന്റെ മനഃപൂർവമുള്ള ആ ഒരു ഉപയോഗം അല്ലെങ്കിൽ ആ പ്രയോഗം ശ്രദ്ധേയമായിട്ട് തോന്നി എന്നർത്ഥം. ഫീ തദ്ലീൽ എന്നുള്ളതിന് നമ്മുടെ പരിഭാഷാകൃതിയിൽ കാണാൻ സാധ്യമാകുന്നത് വൃഥാവിലാക്കി എന്നുള്ളതാണ്. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അതുപോലെ അല്ലദി യുകദ്ദിബു ബിദ്ദീൻ എന്നുള്ളതിന് നിഷേധിക്കുക. നേരെ യുകദ്ദിബു കള്ളം പറയുക അല്ലെങ്കിൽ കള്ളപ്രചരണങ്ങൾ നടത്തുക എന്ന പ്രയോഗത്തിന് പകരം നിഷേധിക്കുക, ദീനിനെ നിഷേധിക്കുക. ഇന്ന അഅ്തൈനാകൽ കൗസർ എന്ന് പറയുന്നിടത്ത് അൽ കൗസർ എന്നുള്ളിടത്ത് കൗസർ എന്ന പ്രയോഗത്തിന് പകരം കണക്കറ്റ നന്മകൾ അല്ലെ, അളവറ്റ അനുഗ്രഹങ്ങൾ അങ്ങേക്ക് ഞാൻ നൽകിയില്ലയോ അല്ലെങ്കിൽ നൽകി. അബ്തർ എന്നുള്ളതിന് ഉസ്താദിന്റെ പ്രയോഗം കാണുന്നത് ഭാവി തുലഞ്ഞു പോയവൻ എന്നാണ്. ഞാൻ ഇവിടെ പ്രിയപ്പെട്ട പണ്ഡിത വിദ്യാർത്ഥികളും പണ്ഡിത ശ്രേഷ്ഠരുമായ കുതുകികളായ ഒരു സമൂഹത്തിന്റെ മുൻപിലാണ് ഞാനിത് വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഇതൊരു ടോർച്ചടി, ഒരു വെളിച്ചം വീശൽ മാത്രം മതി. ചില സൂക്തങ്ങളുടെ ഭാഷാന്തര ശൈലി മാത്രമാണ് സാന്ദർഭികമായി ഞാൻ ഇവിടെ അടർത്തിയെടുത്തത്. അപ്പൊ നമുക്കൊരുപാട് ഇപ്പൊ ഇൽമ് പല ഘട്ടങ്ങളുണ്ടല്ലോ, നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ അനഅലമുന്നാസ്, നമ്മളിങ്ങനെ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ വിവരമുള്ളവനാണ് എന്ന് വിധി നമ്മളെ ബോധ്യപ്പെടുത്തും. അല്പസ്വല്പം പഠിക്കുമ്പോൾ ആലിമ അന്നഹു ഫാതഹു ശൈഉം മിനൽ ഇൽം, അല്ലെ, ഇൽമിൽ നിന്ന് അല്പം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെടും. വീണ്ടും നമ്മൾ ഒരു കുതുകിയെ പോലെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്നഹു ഫാതഹു അശ്യാഉ കസീർ, അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നാം നേടിയവ തുലോം തുച്ഛമാണ്. അതിന്റെ എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോഴാണ് അന അജ്ഹലുന്നാസ്, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന ബോധ്യം നമ്മളെ പലപ്പോഴും ഇങ്ങനെ അസ്വസ്ഥരാക്കുന്നത്. ഇപ്പൊ നേരത്തെ സജീവൻ സാർ ഇവിടെ പറഞ്ഞു, ഉസ്താദ് ഒരു വാക്കിന്റെ ഒരു അർത്ഥത്തെ പുരസ്കരിച്ചിട്ട് ഒരു ചർച്ചയിട്ടു, ഫോൺ വിളിച്ചിട്ട്. ഞാൻ പലപ്പോഴും നമ്മളെ ഉദവി സുഹൃത്തുക്കള് നമുക്ക് യാത്രകൾ കിട്ടാറുണ്ട്, നമുക്ക് പുസ്തക വായനകൾ കിട്ടാറുണ്ട്, നമുക്ക് രചനകൾ കിട്ടാറുണ്ട്, നമുക്ക് വേദികൾ കിട്ടാറുണ്ട്, ഇഷ്ടംപോലെ അവസരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടാറുണ്ട്. ഇങ്ങനെ കിട്ടുന്ന സന്ദർഭത്തിൽ
ഞാൻ പലപ്പോഴും നമ്മുടെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ ഒരു വിവരം അറിയാനുള്ള നമ്മുടെ കൗതുകം, അല്ലെങ്കിൽ നമ്മുടെ തീവ്രമായ അഭിനിവേശം, ഒരു കാര്യം ഗ്രഹിക്കാനുള്ള നമ്മളെ ചില അഭിനിവേശങ്ങൾ ഉണ്ടാവുമല്ലോ, ആസക്തി എന്നൊക്കെ പറയും നമ്മൾ. ഒരു വിജ്ഞാനം അത് മനുഷ്യന് നുകരാനും ആസക്തി വേണമല്ലോ. അപ്പൊ ആ ആസക്തി അതാണ് നമ്മളെ പല കൗതുകങ്ങളിലും നമുക്ക് കാണാൻ സാധ്യമായത് എന്നർത്ഥം. ഈ ഭാഷ മികച്ചതാകുമ്പോൾ സഭ്യതരമായ ചില പ്രയോഗങ്ങൾ, ചില ആശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പിന്നെ വളരെ സുരുചികരമായിട്ട് നമുക്ക് തോന്നാറുണ്ട്, സഭ്യതരം പോലും. ഇപ്പൊ ഇമ്രുൽ കൈസിന്റെ കവിതയുടെ ഒക്കെ അർത്ഥം അത് ആലോചിക്കുമ്പോൾ അതിങ്ങനെ പദങ്ങളെ പിന്നെ വീണ്ടും നമ്മൾ എന്താ പറയാ ആറ്റിക്കുറുക്കി വകഭേദങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെ മ്ലേച്ഛമായ ആശയങ്ങളെയൊക്കെ അത് കുറിക്കാറുണ്ട്. പക്ഷെ അതിന്റെ പ്രത്യക്ഷ സ്വഭാവം അതൊരു ഭാഷയുടെ സൗന്ദര്യമാണ്, അതൊരു ഭംഗിയാണ്, അല്ലേ? മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി, മാനത്തുദിച്ചതോ മണ്ണിൽ വിരിഞ്ഞതോ ഏതാണി, എന്നിട്ട് പാതാതി കേശം പളപള മിന്നുന്ന പത്തര മാറ്റഴകുള്ള നീൻ ചെഞ്ചുണ്ടിൽ പതിവായി കാണുന്ന പഞ്ചാര പുഞ്ചിരി, വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണീ രാജാത്തി എന്നൊക്കെ പറയുന്ന വാക്കിന് അതല്ലാത്തൊരു ഭാഷാ പ്രയോഗം, ഒരു നാടൻ മലയാള പ്രയോഗമായിരുന്നുവെങ്കിൽ എന്ന് അത് വിവാദങ്ങൾക്ക് തിരികൊളുത്തി അത് വലിയൊരു തീവ്രമായ യുദ്ധക്കളത്തെ സൃഷ്ടിക്കുമായിരുന്നു എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പൊ ഭാഷയുടെ മനോഹരമായ ഉപയോഗക്രമം പലപ്പോഴും അതൊരു വലിയൊരു സൗന്ദര്യം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അത് ഇവിടെ ഉണ്ടാവുമ്പോൾ എനിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു എങ്ങനെ പറയുന്നുള്ളത്. ഒരിക്കൽ ഞങ്ങളെ ബാച്ചൊക്കെ ദാറുൽ ഹുദയിൽ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ നമ്മളെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഭക്ഷണത്തിന് പോകാൻ വേണ്ടി ആ പ്രസംഗിക്കുന്ന പ്രഭാഷകന്റെ പ്രഭാഷണം കഴിയാൻ കാത്തിരിക്കാൻ, ഏകദേശം ഈ സദസ്സിന് സമാനമായൊരവസ്ഥ. അപ്പോ അന്ന് പഠിക്കുന്ന കാലല്ലേ, അങ്ങനെ ദാറുദയിൽ നമ്മൾ പഠിക്കുന്ന സമയത്താണ് പ്രഭാഷകന്റെ പ്രസംഗം വാഹൃ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി എന്ന് പറയുമ്പോഴേക്ക് ഓരോ തലകൾ പൊങ്ങാൻ തുടങ്ങുമല്ലോ. പിന്നെ ഡൈനിങ് ഹാളിലേക്കുള്ളൊരു എന്താ പറയാ ഓട്ടമാണ്, അല്ലേ? ആ ഓട്ടത്തിൽ ഇങ്ങനെ തലകൾ പൊങ്ങുന്ന നേരത്ത് ഉസ്താദ് മധ്യ കവാടത്തിന്റെ അവിടെ പിന്നെ കയ്യും ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, എല്ലാവരും പുനരാസനസ്ഥരാവുക. എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തൊരു ഇതികർത്തവ്യത മൂടൻ എന്ന് പറഞ്ഞൊരവസ്ഥയിലല്ലേ എന്താ ചെയ്യേണ്ടത്, നിൽക്കണോ പോണോ? സോ പറഞ്ഞെന്താണ്, എല്ലാവരും പുനരാസനസ്ഥരാവുക. ആകെ കൺഫ്യൂഷൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് മൗമുൻ ഉദവിയായിരുന്നു, വണ്ടൂര്. അപ്പൊ അതേ ഇങ്ങനെ ഹല്ല് ചെയ്യാൻ തുടങ്ങി. പുനരാസനസ്ഥൻ, ആസനം, ഇരിപ്പിടം, ചന്തി, ഇരിപ്പിടത്തിനാ പറയാ സ്ഥൻ, അല്ലേ? സ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ? ചക്ഷുശ്രവണ ഗളസ്ഥമാം ദുർദുരം എന്ന് പറയും. അപ്പൊ ഗളസ്ഥം, ഗളത്തിൽ സ്ഥാനം പിടിച്ച, അങ്ങനെയാണല്ലോ. വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന, ലോഹസ്തം, ലോഹത്തിൽ സ്ഥാനം പിടിച്ച. അപ്പോ അത് മജീദ് ഹുദവി പുതുപ്പറമ്പ് ഉസ്താദ്, ഒന്നാം ബാച്ചിലെ മജീദ് ഉസ്താദ് ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നൊരു ഓർമ്മയുണ്ട്. അപ്പൊ മമൂൻ ഹുദവി ഇങ്ങനെ പറയാണ്, ആസനസ്ഥം, ആസനം സ്ഥാനം പിടിച്ച അഥവാ ഇരുന്ന. അപ്പൊ പുനരാസനസ്ഥം, നമ്മൾ എവിടെയാണോ ഇരുന്നത് അപ്പൊ ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരും ഇരുന്നിടത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ആ വാക്ക് ആ കോണ്ടസ്റ്റിൽ പഠിപ്പിച്ചതാണ്, അല്ലെ? ഒരു മലയാളത്തിന്റെ പീരീഡ് ഉസ്താദ് ക്ലാസ്സിൽ കയറി വന്ന് പഠിപ്പിച്ചതല്ല. അന്ന് ഞങ്ങളൊക്കെ താന്നൂരിൽ നിന്ന് വന്നവരാ. ഉസ്താദിനെ ആദ്യ വർഷം ഞങ്ങൾ കാണുന്നത്, പലരുടെയും 11ാമത്തെ വർഷമാണ് ഞങ്ങൾക്ക് ഉസ്താദിനെ കിട്ടുന്ന 1ാം വർഷം. അപ്പൊ ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. ഈ കൗതുകം ഉണ്ടാകാൻ കാരണം ഉസ്താദ് എല്ലാത്തിലും കൗതുകമുള്ള ഒരാളായതുകൊണ്ടാണ്, കുതുകിയായതുകൊണ്ടാണ്. അത് ഞാൻ ആദ്യം പറയാമെന്ന് മടിച്ചത്, ഉസ്താദ് ഇറങ്ങിപ്പോയപ്പോൾ ഇതിലേക്ക് കടന്നത് കാരണം അതാണ്. അപ്പോ ആ ഒരു ഭാഷാ പ്രയോഗം അങ്ങനെ പലതും. ക്ലാസ്സിൽ ഒരാൾ വൈകി വരുന്നുണ്ട്. അപ്പൊ അയാൾ ഒടുക്കിയ പോയെന്ന് ചോദിച്ചു. അപ്പൊ TT എടുക്കാൻ പോയെന്ന് പറഞ്ഞു. എന്നാ TTന്റെ ഫുൾ ഫോം അറിയെങ്കിൽ ക്ലാസ്സിൽ കയറിക്കോന്ന് പറഞ്ഞു. ആ സ്പോട്ടിൽ പറഞ്ഞാണ് TTയുടെ ഫുൾ ഫോം. അതൊരു ചിന്തക്ക് തിരികൊളുത്തല എന്ന് പറഞ്ഞാല് അറിയുന്നതും കേൾക്കുന്നതും കാണുന്നതും എനിക്ക് അന്യമല്ല എന്നൊരു വാശി അതിന് ഇന്നുണ്ടല്ലോ. 75ാമത്തെ വയസ്സിലും ഉണ്ടല്ലോ, 7.5 പതിറ്റാണ്ട് സഞ്ചാരത്തിന്റെ ഇടയിലും ഉണ്ട് വാശിയ. അതാണ് സജീവ് സാറിനെ വിളിച്ചത്. എന്താ അറിയോ, അത് ആ സൂര്യാതപം എന്നൊരു വാക്ക് പ്രയോഗത്തിന്റെ എല്ലാ പത്രങ്ങളിലും അതിങ്ങനെ നിതരാൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു സഫോക്കേഷൻ ഉണ്ടാകും. ആർക്ക്? കുതുകിയായ ഭാഷയിൽ കൗതുകം കണ്ടെത്തുന്ന ഒരാൾക്ക് അത് ഉണ്ടാക്കും. ആ ശ്വാസം തിങ്ങലിന്റെ പുറത്താണ് ആ വിളി പോണത്. അതെല്ലായിടത്തും അങ്ങനെ. ഉസ്താദിന്റെ യാത്രകളൊന്ന് പഠിച്ചു നോക്കേണ്ടി നിങ്ങൾ. ഒരു നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ആ നാട്ടിലെ പോപ്പുലേഷൻ, ആ നാട്ടിലെ ഭാഷ, മുമ്പുണ്ടായിരുന്ന സംസ്കാരം, ഇപ്പോഴുള്ള സംസ്കാരം,
അവിടെ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരടക്കെയാണ്, അവിടുത്തെ വേഷഭൂഷാദികൾ എന്തൊക്കെയാണ്, അവിടുത്തെ കൾച്ചർ എന്താണ്, അവിടുത്തെ പ്രധാന ഭക്ഷണം എന്താണ്, നമുക്ക് പറ്റുന്ന എന്താണ്, പറ്റാത്ത എന്താണ്, ആ ഗൃഹപാഠം നടത്തിയതിന്റെ ശേഷമാണ് ഉസ്താദ് ആ നാട്ടിൽ കാലൂത്തുള്ളൂ എന്നുള്ളതാണ്. അവിടെ പോയി വന്നതിന്റെ ശേഷം പിന്നെ ഉസ്താദ് അത് കൃത്യമായി ഹൃദ്യസ്ഥമാക്കിയ പോലെ നമുക്ക് പറഞ്ഞുതരാം. അതാ ഞാൻ പറഞ്ഞ യാത്ര ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നുള്ളതിന്റെ ലക്ഷണമൊത്ത ഉദാഹരണം നമ്മൾ വേറെ ഒടുക്കും പോണ്ട, നമ്മുടെ മൂക്കിന്റെ ചുട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ആ ഉസ്താദിന്റെ പരിശ്രമമാണ് നമുക്കുള്ള ഏറ്റവും വലിയ പാഠപുസ്തകം. ഏറ്റവും വലിയ പാഠപുസ്തകം. നമ്മൾ ഒഴിഞ്ഞിരിക്കണേ കണ്ടിട്ടുണ്ടോ? നമ്മൾ എത്ര പ്രാവശ്യം ദാർവൂദയിൽ ആ റൂമിന്റെ മുമ്പ് കൂടെ സഞ്ചരിക്കുന്നതാണ്. വെറുതെ ഇങ്ങനെ കാറ്റും കൊണ്ട് ഉസ്താദ് ഇരിക്കുന്നത് കാണാറുണ്ടോ? ഒന്നുകിൽ എഴുതാൻ, അല്ലെങ്കിൽ വായിക്കാൻ, അല്ലെങ്കിൽ ക്രിയാത്മകത ചർച്ച ചെയ്യാൻ, അല്ലേ? ഇത് അല്ലെങ്കിൽ യാത്രയിലാണ്, യാത്രയിലും എന്തെങ്കിലും ഒരു പണിയിലാണ്, എങ്ങനെ എന്തെങ്കിലും തിരക്കിക്കൊണ്ടിരിക്കുക. ഒരു പ്രഭാതത്തിൽ നല്ല മഴക്കാലാണ്, അത്യാവശ്യം തെറ്റില്ലാത്ത മഴ പെയ്യുന്ന ഒരു സമയത്ത് ദാറുൽ ഹുദയുടെ വരാന്തയിലെ നോട്ടീസ് ബോർഡിൽ ഉസ്താദിന്റെ കൈപ്പടയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പ്: അതിവൃഷ്ടി കാരണം നിമ്നക ചോലയിലെ നീരാട്ട് നിരോധിച്ചിരിക്കുന്നു. അതിവൃഷ്ടി, അല്ലെ? വൃഷ്ടി പ്രദേശം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിവൃഷ്ടി കാരണം സീനിയേഴ്സിനുള്ള നിയമമാണ്. പണ്ട് സീനിയേഴ്സ് പോകാറുണ്ടായിരുന്നു, ഇനി സീനിയേഴ്സും പോകാൻ പാടില്ല പുഴയിലേക്ക്, എല്ലാവരും ഇവിടെ കുളിക്കണം. കാരണം അതിവൃഷ്ടിയാണ്, നിമ്നകം വളഞ്ഞിങ്ങനെ ഒഴുകുന്നത്, നീരാട്ട്, കുളി, അല്ലെ? അപ്പോ അതിലൊക്കെ ഉസ്താദ് സാന്ദർഭികമായി ഓരോ കാര്യങ്ങളെ നമ്മളെ പഠിപ്പിക്കായിരുന്നു. ഞാൻ ഉസ്താദിന്റെ ഭാഷാ പ്രയോഗം മാത്രമല്ല കേട്ടോ ഇവിടെ പറയണത്. ഈ ഖുർആൻ പരിഭാഷയിൽ ഉസ്താദ് 9 വർഷം എടുത്തു എന്ന് പറഞ്ഞു, അല്ലെ? എന്നിട്ട് സുബൈസ്കരിക്കാൻ ദാറുൽ വന്ന് ബനാത്തിന്റെ ക്യാമ്പസിലെ അവിടുത്തെ റിസപ്ഷനിൽ അവിടെ പോയി ഇരുന്നിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഓരോ ദിവസവും ഉസ്താദ് ഇത് അപഗ്രഥനം ചെയ്യാൻ, ചിന്തയിലിട്ടിട്ട് ഇതിനെങ്ങനെ വാറ്റിയെടുക്കാൻ. അങ്ങനെ വന്നൊരാശയം, അതൊരാള് ഒരു നവാഗതനായിട്ട് ഒരു രചനാ വൈഭവത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ നമുക്കതിനെ അങ്ങനെ വരികൾക്കിടയിലൂടെ ഒന്നും അന്വേഷണം നടത്തേണ്ട വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് പയറ്റിത്തെളിഞ്ഞൊരു കരവിരുതാണ്. ഉസ്താദ് ഒരു വേദിയിൽ പ്രസംഗിച്ചാൽ തന്നെ കൗതുകത്തോടു കൂടെ കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് ഉസ്താദിന്റെ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത്. അതൊരു വലിയൊരു സാധനമല്ലേ, ചെറിയ സാധനമല്ലല്ലോ. പണ്ട് ബ്രൂസ്ലി പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ വേദിയിൽ ഇരുന്നിട്ട് 10,000 കിക്ക് പഠിച്ച ആളെ എനിക്ക് ഒട്ടും ഭയമില്ല. അതേ സമയത്ത് ഒരു കിക്ക് 10,000 തവണ പഠിച്ച ആളെ എനിക്ക് വലിയ പേടിയാണ്. രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. അതായത് ചിരപരിചിതൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ രണ്ടാമത് പറഞ്ഞ ആളെ പറ്റിയാണ്. കാരണം അയാൾ ഒരു കിക്ക് തന്നെ 10,000 വട്ടം പയറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയും പ്രയോഗിക്കാൻ അയാൾക്ക് പറ്റും. അതേ സമയത്ത് മറ്റേത് തൊലബുൽ കുല്ലി ഫൗത്തുൽ കുല്ലാണ് എന്ന് അയോധന കലകളുടെ ആശാനായ ബ്രൂസ്ലി, അദ്ദേഹം ചൈനയിലെ അഭിനേതാവാണ്, ആക്ടറാണ്, ഫിലോസഫറാണ്, മാർഷൽ ആർട്സിന്റെ വലിയ ആശാനുമാണ്. ആശാൻ എന്ന് തന്നെയാണല്ലോ നമ്മൾ പറയാറുള്ളത്, അല്ലെ? ഒന്നുക്ക് കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. അപ്പൊ ആ മാർഷൽ ആർട്സിന്റെ മേഖലയിലുള്ള ഉസ്താദിയത്താണ് ആശാൻ. അതുപോലെ തന്നെ ഉസൈൻ ബോൾട്ടിന്റെ അടുക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോ 100 മീറ്ററിൽ ഈ സ്വർണ്ണ മെഡൽ നേടിയത് 9 സെക്കൻഡ് കൊണ്ടല്ലേ? അതുകൊണ്ട് നിങ്ങളിപ്പോ ഇത്രയും ലോകത്ത് ഖ്യാതിയുള്ള പ്രഖ്യാതനാക്കി മാറ്റിയ ഘടകം ആ ഒരു 9 സെക്കൻഡ് അല്ലേ എന്നൊരു മാധ്യമ പ്രവർത്തകൻ വളരെ സിമ്പിളായിട്ട്, അല്ലേ? ആ ഒരു 9 സെക്കൻഡ് അല്ലേ നിങ്ങളപ്പോ ഇത്രയും ലോകത്തെ വിസ്തൃതനാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഉസൈൻ ബോൾട്ട് തിരിച്ചു മറുപടി പറയുന്നുണ്ട്, ആ 9 സെക്കൻഡ് എന്റെ കയ്യിൽ കിട്ടാൻ 13 വർഷം എനിക്ക് രാത്രി 3:30 മണിക്ക് അലാറം വെച്ചിട്ട് തെരുവിലൂടെ മഞ്ഞും മഴയും അവഗണിച്ച് ഓടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ നിങ്ങൾ കാണാതെ പോയത്, അല്ലേ? അപ്പൊ തിരശീലയുടെ സമക്ഷം പ്രത്യക്ഷപ്പെടുന്ന തിരക്കഥകളെ വായിക്കാനൊക്കെ നല്ല സുഖാണ്. പക്ഷേ പരോക്ഷമായി മറഞ്ഞു കിടക്കുന്ന അതിന്റെ പിറകിലുള്ള സാഹസങ്ങളെയാണ് ഇത്തരം കൃതികളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒപ്പിയെടുക്കേണ്ടത്, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധ്യമാകേണ്ടതും അത് തന്നെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് മൈക്കൽ ഫിലിപ്സും പറയുന്നുണ്ട്, 23 സ്വർണ്ണ മെഡൽ നീന്തൽ കുളത്തിൽ ഞാൻ നേടിയിട്ടുണ്ട്, 20 വർഷത്തെ അധ്വാനം എനിക്കുണ്ട്. പിക്കാസോ ഒന്ന് കുത്തി വരഞ്ഞാല് 2 കോടിയൊക്കെയാണ് ലോക വിപണിയിൽ അദ്ദേഹത്തിന്റെ ആ ആർട്ട് വർക്കിന്റെ മാർക്കറ്റ്. അത് പിക്കാസോ ഉണ്ടാക്കിയ ഗുഡ്വില്ലാണ്. ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ഇങ്ങനെ വരക്കുമ്പോഴേക്ക് ഇത്രയും വലിയൊരു മാർക്കറ്റ് ഉണ്ടാകാൻ കാരണം എന്താണ്, അല്ലേ? നമ്മളൊക്കെ ഈ ചില എന്താ പറയുക കാലിഗ്രഫികൾക്ക് അന്തിയാമങ്ങളിൽ ഉറക്കൊഴിച്ചിട്ട്, എത്ര പാതിരാത്രികളിൽ ഉറക്കൊഴിച്ചിട്ട് അതൊരു 1000 രൂപക്കൊന്ന് വിറ്റു പോകാറുണ്ടോ? പിക്കാസോയുടെ ഈ കുത്തിവരക്ക് 2 കോടി കിട്ടുന്നതിന്റെ പിറകില് അദ്ദേഹം പറഞ്ഞ് 30 കൊല്ലത്തെ പരിചയവും സമാന വർഷങ്ങളിലെ പരിശീലനവുമാണ്. ഇതൊക്കെ അടിവരയിടേണ്ട വാക്കുകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട്
ഉസ്താദ് ഈ എഴുതിയത് ഓരോ വാക്കും ഞാൻ അലംതറയിലെ മാത്രം ചില പ്രയോഗങ്ങൾ പറഞ്ഞപ്പോഴേക്ക് സത്യം പറയാം, വെറുതെ ഒന്ന് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് വായിച്ചപ്പോഴേക്ക് തന്നെ അത് അത്യാവശ്യം നമ്മളെയൊക്കെ ഉള്ളുലക്കുകയും കണ്ണു തുറപ്പിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് തീവ്രമായി അതിലേക്ക് കടന്നു പോകാൻ സാധ്യമാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത്. ഉസ്താദിന്റെ ഈ മനോഹരമായ ഈ കൃതി ഇനി അതിന്റെ ഒരു ആപ്പ് പൊതുസമൂഹത്തിന് വരികയാണ്. വായന പുതിയ തലമുറയിൽ നന്നായി കിട്ടുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ബാബു അബ്രഹാമിന്റെ കണ്ടത്തെ കൽഭരണികൾ എത്ര സ്ഥലത്താണ് അദ്ദേഹം ഒരു മാരത്തൺ ഓട്ടം ഓടിയിട്ട് അതിന്റെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ പുതുതലമുറയാണ് പങ്കെടുക്കുന്നത്. ഞാൻ ഓർത്തൂസ് മലബാറിക്കോസ് ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ പരിപാടിയിലും പോയി. അന്ന് നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസിനെ കേൾക്കാൻ വന്നവരിൽ മുഴുവൻ കൗമാരക്കാരാ. വായന മരിച്ചു എന്നൊക്കെ വെറുതെ പറയാൻ, പുതിയ പുതിയ വായനകൾ നന്നായി വരുന്നുണ്ട്. നമ്മളെ നസീഫ് കലയത്തിന്റെ ഖദീജ എത്ര കൗമാരങ്ങൾ വായിച്ചു അല്ലെ, അങ്ങനെ കുറെ എണ്ണം. അപ്പൊ ഈ വായനകളൊക്കെ ഇവിടെ അനവരതം തുടികൊട്ടുന്ന പുതിയ തലമുറയുടെ മുമ്പിൽ കാഴ്ചപ്പാടോടുകൂടെയുള്ള ഈ ഒരു കൈക്കുടന്ന നമ്മൾ ഈ ഒരു കൃതിയെ സ്നേഹാർദ്രമായിട്ട് തന്നെ പുതിയ തലമുറക്ക് സമർപ്പണം നടത്താൻ പറ്റുന്ന ഏറ്റവും എന്താ പറയാ അതിന് പറ്റിയ ഒരു മേഖലയാണ്. ഇതിന്റെ ഒരു ആപ്പ് നമ്മൾ പുറത്തിറക്കി അവരിലേക്ക് കൂടി ഇനി അതിന്റെ ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളത് ഈ വൈകിയ വേളയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാം നല്ലതിനാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.